നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ നടൻ ജയസൂര്യ വെള്ളിത്തിരയിൽ തന്റെ കഥാപാത്രങ്ങളിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറം സമൂഹത്തിലും നിശബ്ദമായ സാമൂഹിക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരമാണ് ജയസൂര്യ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം പങ്കുവെച്ച് എത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുമുണ്ട്. അടുത്തിടെ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നടി രംഗത്ത് വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധിച്ചായതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും സത്യം തെളിയുന്നതുവരെ പോരാടും എന്നുമായിരുന്നു ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ച് അന്ന് നൽകിയ മറുപടി. പിന്നാലെ ഈ നടി കേസ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമാണ് സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നത്. സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യ പ്രവർത്തിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ.ഡി. കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യക്കെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ്. നടൻ ജയസൂര്യയ്ക്ക് 1 കോടിയോളം രൂപ കിട്ടി എന്നാണ് ഇ.ഡി. കണ്ടെത്തിയത്. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലാണ് പണം എത്തിയത്. തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതിക് റഹ്മാന്റെ കമ്പനികളിൽ നിന്നാണ് പണം എത്തിയത്. ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി. അതേസമയം ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് ഇ.ഡി. നീക്കം. നടനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. നടനോട് അടുത്ത ആഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം. സാത്തിക് റഹീമിന്റെ പരിചയത്തിൽ കൂടുതൽ സിനിമാക്കാരുണ്ടെന്നും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. സാത്തിക്കിന്റെ സിനിമാ ബന്ധങ്ങളിലും ഇ.ഡി. കൂടുതൽ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസമാണ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ ഇ.ഡി. ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യ പ്രവർത്തിച്ചോ എന്നും ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയോ എന്നുമാണ് ഇ.ഡി. പ്രധാനമായും പരിശോധിക്കുന്നത്. ജയസൂര്യയുടെ ഭാര്യ സരിതയുടെയും മൊഴി ഇ.ഡി. രേഖപ്പെടുത്തിയിരുന്നു. തൃശൂർ സ്വദേശിയായ സാത്തിക് റഹീം 2019 തുടങ്ങിയതാണ് സേവ് ബോക്സ്. ഇന്ത്യയിൽ തന്നെ ആദ്യ സംരംഭം എന്ന് വിശേഷിപ്പിച്ച ഓൺലൈൻ ലേല ആപ്പാണിത്. 2023 ആപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. കോടികൾ തട്ടിയെടുത്ത കേസിൽ സാത്തിക് പോലീസിന്റെ പിടിയിലായി. പിന്നാലെയാണ് ഇ.ഡിയും കേസെടുത്തത്. സിനിമാ താരങ്ങളുമായി അടുത്ത പരിചയമുള്ള സാത്തിക് ജയസൂര്യയാണ് സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ക്ഷണിച്ചത്. 2 കോടിയോളം രൂപയും ജയസൂര്യയ്ക്ക് വാഗ്ദാനം ചെയ്തു. മറ്റു പല സിനിമാ താരങ്ങളും ആപ്പിന്റെ പ്രചാരണത്തിനായി സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തിച്ചു. ഡിസംബർ 24-നും ജയസൂര്യ ഇ.ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്തത്. ജയസൂര്യയുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് സരിതയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സരിതയിൽ നിന്ന് കൂടി വിവരം തേടിയത്. സാത്തിക്കിനെ ഇ.ഡി. നേരത്തെ ചോദ്യം ചെയ്തതായാണ് വിവരം. അതേസമയം താൻ സേവ് ബോക്സ് ആപ്പ് പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ പണം പോലും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നാണ് ജയസൂര്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. 2019 തൃശൂരിലാണ് സാത്തിക് റഹീം എന്ന യുവാവ് ഈ സംരംഭം ആരംഭിക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ആശയം കൊണ്ടുവന്നത്. ഓൺലൈനിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കുറഞ്ഞ തുകയിൽ ലേലത്തിലൂടെ വാങ്ങാം എന്നായിരുന്നു കമ്പനി നൽകിയ വാഗ്ദാനം. പണത്തിനു പകരം ലേലം വിളിച്ച് സാധനങ്ങൾ വാങ്ങാം എന്നതായിരുന്നു ആശയം. ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാമെന്ന് പറഞ്ഞാണ് കൊച്ചിയിലും തൃശൂരും നിരവധി വ്യവസായികളിൽ നിന്നും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്നും പ്രതി പണം കൈപ്പറ്റിയത്. ഇതുകൂടാതെ നിരവധി സാധാരണക്കാരും തട്ടിപ്പിന് ഇരയായി. പിന്നീടാണ് ഇതൊരു തട്ടിപ്പാണെന്നും ഇങ്ങനെ ഒരു ലേലത്തിലൂടെ വിൽപ്പന നടക്കുന്നില്ല എന്നും നിക്ഷേപകർക്ക് വ്യക്തമായത്. ഇതേ തുടർന്നാണ് തൃശൂരുള്ള 2 പേരും കൊച്ചിയിലുള്ള ഒരാളും പോലീസിന് പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് സാത്തിക്കിന്റെ അറസ്റ്റ് ഉണ്ടായത്. കമ്പനി ഉടമ സാത്തിക് റഹീമുമായുള്ള ബന്ധം ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ മാത്രമാണെന്നാണ് ജയസൂര്യയുടെ മൊഴി. പരസ്യത്തിന് അഭിനയിച്ചതിന് കരാർ പ്രകാരമുള്ള 2 കോടി രൂപ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്ന് നടൻ മൊഴി നൽകിയിട്ടുണ്ട്. നടനും സാത്തിക് റഹീമുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഇ.ഡി. അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ നടത്തിയ നിരവധി ഇവന്റുകളിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തിട്ടുണ്ട്. തട്ടിപ്പ് കേസിൽ ജയസൂര്യയെ കഴിഞ്ഞ തിങ്കളാഴ്ചയും കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. ഭാര്യ സരിത ജയസൂര്യയുടെ മൊഴിയും ഇ.ഡി. രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവരുടെയും മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്. ജയസൂര്യയുടെ അക്കൗണ്ടും മറ്റു പണം ഇടപാടുകളും കൈകാര്യം ചെയ്യുന്നത് ഭാര്യ സരിതയാണ്. അതുകൊണ്ടാണ് സരിതയുടെയും മൊഴിയെടുത്തത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മൊഴി ഇ.ഡിക്ക് നൽകുമ്പോഴാണ് ജയസൂര്യ
സിനിമാ താരം എന്ന നിലയിലാണ് കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിച്ചതെന്നും മറ്റൊരു ഇടപാടും തനിക്ക് ഈ സംരംഭവുമായി ഇല്ല എന്നും വ്യക്തമാക്കിയത്. പരസ്യത്തിൽ അഭിനയിച്ചതിന് 2 കോടിയോളം രൂപ വാഗ്ദാനം ചെയ്തെങ്കിലും അത് ലഭിച്ചിട്ടില്ല. അതേസമയം സംരംഭത്തിന്റെ തുടക്കത്തിലും ഉദ്ഘാടന ചടങ്ങുകളിലും എല്ലാം ജയസൂര്യ പങ്കാളിയായിരുന്നു. സാത്വിക് റഹീമും ജയസൂര്യയും പലതവണ കണ്ടതിന്റെ വിശദാംശങ്ങളും ഇഡി ശേഖരിച്ചിട്ടുണ്ട്. അനധികൃതമായ രീതിയിൽ എന്തെങ്കിലും പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തെങ്കിലും ഇടപാടുകൾ നടന്നതായി സൂചന ലഭിച്ചാൽ ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ ഇനിയും വിളിപ്പിക്കുമെന്നും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നടനെ വിട്ടയച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.